നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പിസ്സയാണ്, അതും ഓവൻ്റെ സഹായമില്ലാതെ. അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മളൊരു ലാർജ് ബൗൾ എടുക്കണം. അതിലേക്ക് മെഷറിംഗ് കപ്പ് യൂസ് ചെയ്ത് 3 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് അല്പം ഉപ്പ് ആഡ് ചെയ്യുക. അടുത്തതായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. ഇനി ഇവയെല്ലാം കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുക. അങ്ങനെ അതെല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഡ്രൈ ഈസ്റ്റ് അല്പം വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് ഇവയെല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ആക്കിയെടുക്കണം. അങ്ങനെ നമ്മളുടെ പിസ്സയുടെ ബേസ് തയ്യാറായിട്ടുണ്ട്. ഇതൊരു റാപ്പർ വെച്ച് കവർ ചെയ്ത് 2 മണിക്കൂർ മാറ്റി വെക്കണം. അടുത്തതായിട്ട് ഇതിലേക്കുള്ള ചിക്കൻ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അടുത്തതായിട്ട് അല്പം ഉപ്പ് ചേർക്കുക. ഇനിവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അല്പം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. മസാല ഇതിൽ പിടിക്കുന്നതിന് വേണ്ടി 15 മിനിറ്റ് വെക്കുക. അടുത്തത് ചൂടായ ഒരു പാനിലേക്ക് അല്പം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കുക. 1 സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ മറ്റേ സൈഡും മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ നമ്മളുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ ബേസ് ഇപ്പോൾ ഏകദേശം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. അത് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഞാൻ ഈ മാവിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഈ മാവിനെ പരത്തിയെടുക്കാനുള്ള ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു പലക എടുക്കുക. പിന്നെ അതിലേക്ക് അല്പം മൈദ പൊടി ഇട്ട് കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അതിനെ ആദ്യം കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു കുഴൽ വെച്ചിട്ട് അതിനെ പ്രസ് ചെയ്യാം. ഇത് നമ്മൾ പാനിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിനാവശ്യമുള്ള കട്ടിയിൽ ഈ പിസ്സയുടെ ബേസ് ഉണ്ടാക്കിയാൽ മതി. നല്ല കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ വേവാനുള്ള ചാൻസ് കുറവാണ്. ഒരാവശ്യത്തിന് വലുപ്പമുള്ള ഒരു പിസ്സയുടെ ബേസ് ഇവിടെ ശരിയായിട്ടുണ്ട്. അതിലേക്കൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അത് രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് പിസ്സ ബേസിൻ്റെ രണ്ട് സൈഡിലും ഹോൾസ് ഇട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ നമ്മളൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണം. ബട്ടർ പേപ്പർ വെക്കണം നിർബന്ധമൊന്നുമില്ല, ഉള്ളവർ വച്ചാൽ മതി. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ ബേസ് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് പിസ്സ ബേസിൻ്റെ മുകളിൽ പിസ്സയുടെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരു സ്പൂൺ വെച്ചിട്ട്. ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് മുൻപ്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് സ്ലൈസ് ചെയ്തിട്ടുള്ള ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് കുറച്ച് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് കുറച്ച് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ ടിക്ക പീസുകൾ ഉണ്ടല്ലോ പൊരിച്ചത്, അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ആൻഡ് ഫൈനലി നമ്മൾ ബാക്കിയുള്ള ഗ്രേറ്റ് ചെയ്ത മൊസറല്ല ചീസ് ഇതിൻ്റെ ടോപ്പിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് കുറച്ച് ഒലീവ്സ് ഇട്ട് കൊടുക്കണം. ഇതന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉള്ള നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ മതി. ഇനി ഇതൊരു മൂടി വെച്ച് അടച്ചു വെക്കണം. ഇനി ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ചീസൊക്കെ മെൽട്ടായി കഴിഞ്ഞാൽ തന്നെ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും പിസ്സ ഓക്കെ ആയിട്ടുണ്ടോ, റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളുടെ ചിക്കൻ ടിക്ക പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഒരു പിസ്സ കട്ടർ യൂസ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ ചിക്കൻ ടിക്ക പിസ്സ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.